ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. രേണുവിന് ഭയങ്കര ജാട. കുട്ടിപ്പാവാടയിട്ട് നടക്കും. ബിഗ് ബോസിൽ കാണുന്നതേ കലിപ്പാണ്. TV ഓഫ് ചെയ്യുമെന്ന് അയൽവാസി. രേണുസുധിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ ഏറ്റവും മോശം മത്സരാർത്ഥി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നത്. അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിന് ശേഷവും അനമോൾ പെയിൻ വിഷയം ഉയർത്തിയപ്പോഴും മാത്രമാണ് രേണുവിനെ സ്ക്രീനിൽ കണ്ടത്. സ്വന്തമായി ഒരു കണ്ടന്റും രേണു ഉണ്ടാക്കുന്നില്ല. രേണുസുധിയെ പുറത്താക്കി ആ സ്ഥാനത്തേക്ക് ഗെയിം കളിക്കുന്ന മറ്റൊരാളെ എത്തിക്കണമെന്നും പ്രേക്ഷകർ പറയുന്നു. അതിനിടെ അയൽക്കാർക്കും നാട്ടുകാർക്കും രേണുസുധിയുടെ ബിഗ് ബോസ് പ്രകടനത്തെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. ഓൺ എയർ കേരള എന്ന യൂട്യൂബ് ചാനലാണ് രേണുസുധിയുടെ നാട്ടുകാരുടെ പ്രതികരണം തേടിയത്. രേണുവിന്റെ അയൽവാസി പറയുന്നു, അയൽക്കാരാണെങ്കിലും രേണു ബിഗ് ബോസിൽ പോയതിൽ ഒരു അഭിപ്രായവുമില്ല. ഇവിടെയുള്ളപ്പോൾ തന്നെ ഭയങ്കര ജാടയായിരുന്നു. ബസ് കയറാനൊക്കെ ചെല്ലുമ്പോൾ പുള്ളിക്കാരി ഒന്ന് നോക്കുക പോലും ചെയ്യില്ല. ഒരു കുട്ടിപ്പാവാടയും കുട്ടിയുടുപ്പും ഇട്ട് കാണാം. ബിഗ് ബോസിൽ പോയപ്പോൾ അതിനേക്കാൾ കഷ്ടമാണ് കാര്യങ്ങൾ. മനുഷ്യരെ കുറിച്ച് നന്മ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. ഇത് നല്ലത് പറയാനുള്ളതായിട്ടൊന്നുമില്ല. മൊത്തത്തിൽ എല്ലാവർക്കും രേണുവിനെ കുറിച്ച് മോശം അഭിപ്രായമാണ്. ബിഗ് ബോസിൽ രേണുസുധിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കലിപ്പാണ്. TV ഓഫ് ചെയ്യും. ഇവിടെ ആർക്കും ഇഷ്ടമല്ല. സുധി മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ പറയണ്ടേ? എന്റെ സുധിച്ചേട്ടൻ മരിച്ചുപോയി. ഇതിങ്ങനെ ലോകം മുഴുവൻ പറഞ്ഞു നടക്കുകയാണ്. പുള്ളിയെ വെച്ചു രേണു മുതലെടുക്കുകയാണ്. പറയേണ്ട സ്ഥലത്ത് പറയണം. ഇത് എല്ലായിടത്തും സുധി സുധി എന്ന് പറയുന്നു. ബിഗ് ബോസിൽ പോയാലും സുധിയാണ്. എല്ലാം സുധിക്ക് വേണ്ടിയാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല. കിച്ചുവിന്റെ കാര്യമോ കുഞ്ഞിന്റെ കാര്യമോ പറയണം. ഇത് ഏതു നേരവും സുധിയാണ്. ബിഗ് ബോസിൽ അനുമോളെയാണ് ഇഷ്ടം. ബിഗ് ബോസിൽ നിന്ന് രേണുവിനെ ആദ്യം ഇറക്കിവിട്, എന്നാൽ കാണാൻ പരിപാടി എന്നാണ് എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. രേണുസുധിയുടെ ശവക്കല്ലറയിൽ തല കുനിച്ച് ഇരിക്കുന്നത്. അച്ഛൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതൊക്കെ ആളുകളെ കാണിക്കാനാണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യമാർക്ക് സങ്കടമുണ്ടാകും. ഇത് മരിച്ച് ഇത്രയും കാലമായിട്ടും അത് വെച്ച് മുതലാക്കുകയാണ്. ബിഗ് ബോസിൽ രേണുവിനെ മാത്രമാണ് തീർത്തും ഇഷ്ടമല്ലാത്തത്. ബാക്കി എല്ലാവരും നല്ലതാണ്. അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് രേണുവിനെ വിളിച്ചത് മോശം തന്നെയാണ്. പക്ഷേ അക്ബർ മാപ്പ് പറഞ്ഞു.